നഷ്ടപ്പെട്ട 33 മൊബൈൽ ഫോണുകൾ കണ്ണൂർ സിറ്റി സൈബർ സെൽ കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഫോണുകൾ കണ്ടെത്തിയത്. ഇതിൽ മോഷണം പോയവയും കളഞ്ഞുപോയവയും ഉൾപ്പെടുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ മൊബൈൽ ഫോൺ വീണ്ടെടുക്കുന്ന CEIR പോർട്ടലിനെ കുറിച്ച് വിശദീകരിക്കുകയും വീണ്ടെടുത്ത മൊബൈൽ ഫോണുകൾ കമ്മീഷണർ നേരിട്ട് തന്നെ ഉടമസ്ഥർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് CEIR എന്ന് പറയുന്ന പോർട്ടലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെ കീഴിലുള്ള ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കിന്ന് നിലവിലുണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് IMEI നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ 2023 മുതൽ തന്നെ മിസ്സിംഗ് ആയ മൊബൈൽ ഫോണുകളും അതേസമയത്ത് 2025 നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളടക്കം ഇന്ന് നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥയിലേക്ക് ഇന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, പലപ്പോഴും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ കാണാതാവുന്ന സമയത്ത് മൊബൈൽ ഫോൺ എല്ലാവർക്കും വളരെ പേഴ്സണൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മിസ്യൂസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം അതിൻ്റെ യഥാർത്ഥ ഓണറിലേക്ക് ആ ഫോൺ തിരിച്ചെത്തിക്കുക എന്നതിനൊപ്പവും ഇത് മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള വലിയ ബ്രോഡറായിട്ട് ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഈ CEIR പോർട്ടൽ, സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ IMEI സിസ്റ്റത്തിലൂടെ മൊബൈൽ ഫോണുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുള്ളത്. സൈബർ സെൽ ASI M ശ്രീജിത്ത്, ദിജിൻ രാജ് എന്നിവർ ചേർന്നാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സൈബർ സെൽ 300ഓളം മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.